നമ്മളിവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന പാൻ സ്റ്റോക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമിൽ വിരിയിച്ച കുഞ്ഞുങ്ങളാണ്. അതായത് ഫസ്റ്റ് ടൈമിലൊക്കെ എല്ലാത്തിനും മുട്ട വേണ്ടത്ര ഉണ്ടാവില്ല, അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ലൈനേജ് ഉണ്ടാവും, കളറുകൾ ഉണ്ടാവും, പുള്ളി ഉണ്ടാവും, വേണ്ടില്ല എല്ലാ കളറിലും ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ പാൻ സ്റ്റോക്കിലേക്ക് ഇറക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറക്കി വെച്ചതാണ്. കാരണം അന്ന് ഒറ്റയടിക്ക് ഒരേ ബാച്ചിൽ നമുക്ക് മുട്ടായി കിട്ടാഞ്ഞുകൊണ്ട് ഓരോ കളറിൽ എല്ലാം മിക്സായിട്ട് ചെയ്താണ്. അപ്പോൾ ഓരോന്നും ഓരോ കളറിലാണ് വരിക. ഇതില്ല ലൈനേജ് ഉണ്ട്, പുള്ളി ഉണ്ട്, എല്ലാ കളറുകളിലായിട്ട് ഉള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ പാരൻ സ്റ്റോക്കിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിർത്താമെന്നുള്ള ഇതിലാണ്. അതല്ല, നമ്മൾ കുറേ ആളുകൾ വലിയ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ടുണ്ട്, 1 മാസമായ. അപ്പോൾ നിർബന്ധമുള്ളവർക്ക് ഇത് കൊടുക്കുന്നതാണ്. ഇതിന് റേറ്റ് കൂടുതൽ വരും. ഇതിന് ടോട്ടൽ 3200 റുപ്യ വരും. നമ്മളെ സാധാ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്ര വരില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ കളർ ഐറ്റംസുകളാണ്. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താ അത്ര റേറ്റ് വരുന്നതെന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കോയിൻ്റെ മാതിരിയല്ല ആടെ ഇരിക്കണേ. ഒരു 10-12 മുട്ട ഇട്ടിട്ട് 14-15 ഇടും. ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടാവും. പിന്നെ അടായിട്ട് ആ അട മാറുന്ന വിരിഞ്ഞ് അട മാറുന്ന വരെ നമ്മൾ ഫുഡ് കൊടുക്കണം. പുറത്തിടാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാണ്ട് 2 മാസം വരെയൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തേണ്ടി വരും. മറ്റുള്ളതെന്നുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അയച്ചിട്ടാൽ മതി. അപ്പോൾ അത്രയും സമയം നമ്മൾ ഫുഡ് കൊടുത്താണ്ട് നിലനിർത്തി കൊണ്ടുവരണം. പാൻ സ്റ്റോക്ക് ആ സെറ്റിൽ തന്നെ അതേ ലെവലിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്ര ചിലവ് വരും. അപ്പോൾ ആ ചിലവിനനുസരിച്ച് കുഞ്ഞുങ്ങളെ കൊടുത്താലേ നമുക്കത് മുതലാവുള്ളൂ. നമുക്ക് നല്ല ആർക്കും പുള്ളിക്കോയൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെ അവസ്ഥ. ഒരു ദിവസമായ കുഞ്ഞിന് 100 രൂപയാണ് പുള്ളിക്കോയിനൊക്കെ ചെയ്യുന്നവർ വാങ്ങുന്നത്. കാരണം അതാണ് അവസ്ഥ. അത്രയും ചിലവ് വരും. അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. അപ്പോൾ 3200 വരിക. അഥവാ ആർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് മെസ്സേജ് അയക്കുക. കാരണം ഇതിൽ 2 ബാച്ചിലുള്ള 1.5 മാസം മുതൽ 1.5 മാസം കഴിഞ്ഞതും 2.5 മാസം ആ ലെവലിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അതാണ് പല വലുപ്പം കാണുന്നത്. ഉണ്ടല്ലോ, അടിപൊളി കളറാണ്. അതുപോലെയുള്ള നല്ല കളറ് ഐറ്റംസിൻ്റെ പാരൻ സ്റ്റോക്കാണ് ചെയ്യുന്നത്. ഓരോ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. ഈ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോയിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ 2.5 മാസം ഏകദേശം ആയിരുന്നു. ആ ഒരു കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ അതിന് ഒരു പീസിന് 1000 രൂപയാണ്. 1000-1200 ലെവലിൽ വരെ വരുന്നുണ്ട് പുള്ളിക്കോയ്ക്ക്. അതുപോലെ വൈറ്റ് ലൈനേജ് ഉണ്ട്. എല്ലാം കൂടി മിക്സാണിത്. ഈ കാണുന്ന ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇത് വീഡിയോ ഫുള്ള് കാണാൻ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. ഇതിൽ 1-2 പൂവനെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഒരു നോട്ടത്ത് നോക്കിയിട്ട്. അപ്പോൾ ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും. കാലിക്കറ്റ് രാമനാട്ടുകരയാണ് സ്ഥലം വരുന്നത്. ഉണ്ടല്ലേ, ഇത് ഫുള്ള് വൈറ്റ് ആവില്ല. വൈറ്റിൽ കളറ് കയറി വരുന്നതാണ് ഉണ്ടാവുക. ഇത് ഏകദേശം 2.5 മാസം കഴിഞ്ഞ കുട്ടിയാണ് കേട്ടോ. ആ ബാച്ചിലുള്ളതാണ്. ഉണ്ടല്ലേ, വൈറ്റിൽ ഒരു ചാര വരുന്ന കളറാണ് വൈറ്റിലുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടല്ലേ, അടിപൊളി കളറാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ഐറ്റംസും ഇതൊക്കെ നല്ല ലൈനേജിൽ വരുന്ന കുട്ടിയാണ് കേട്ടോ. നേക്കഡ് ഉണ്ട്, 1-2 നേക്കഡ് ഉണ്ട്. ഐറ്റംസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. കണ്ടില്ല, നല്ല ഉഷാറാണ്, ആക്റ്റീവാണ്. അപ്പോൾ ഇത് നിർബന്ധമുള്ളവർ വിളിക്കുക. അല്ലാതെ എത്ര റേറ്റ് അത് ഇതെന്ന് പറഞ്ഞാണ്ട് ആരും കമൻറ്റിൽ അറിയിക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത്ര റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പാൻ സ്റ്റോക്കിലേക്ക് സെറ്റാക്കാന്നുള്ള ഉദ്ദേശത്തിന് നിർത്തിയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ആരൊക്കെ മെസ്സേജ് അയച്ചിന് വലിയ കുഞ്ഞുങ്ങളെ കിട്ടുമോ വെച്ചിട്ട്. അപ്പോൾ നിർബന്ധമുള്ളവർ ആരുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല വീഡിയോ ഇടുന്നത്. കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളവർ വലുതായ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടാണ്. കുറേ ആൾക്കാർ ചോദിച്ചിനി അങ്ങനത്തെ വീഡിയോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാ കളറിലായിട്ടാണ് ഇതുള്ളത്. ഇതെങ്ങനെ വെച്ചാൽ വൈറ്റ് ലൈനേജിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിൽ കുറച്ച് മുട്ട ഉള്ളൂ. ആ സമയത്ത് ആ മുട്ട എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എടുത്ത് പിന്നെ വൈറ്റും റെഡ് ആയിട്ടുള്ള കളറുണ്ട്. അത് അങ്ങനെ ഓരോ ഐറ്റംസിന്നും ഉള്ള മുട്ട എടുത്തിട്ട് അവിടെ വെച്ചിട്ട് വിരിച്ചാണ് ഫസ്റ്റ് ടൈമിൽ. അതാണ് ഇത്രയും പ്രായമായത്. കാരണം നമ്മൾ അധികമായില്ല സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഐറ്റംസും ചെയ്യൽ തുടങ്ങിയിട്ട്. അതിന് കുറേ ഓർഡറാണ്. ആ ഓർഡർ അനുസരിച്ചാണ് അതിൻ്റെ ഡയോൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഒരു കുഞ്ഞിന് 100 രൂപയാണ് ഡയോൾഡിന് വരുന്നത് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ആരോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ബുധനാഴ്ച വണ്ടി ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടുന്ന് പാസ് ചെയ്യും. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് 12ൻ്റെ മുന്നേ തന്നെ കാസർഗോഡ് എത്തും. 5-6 മണിയാകുമ്പോൾ കണ്ണൂർ എത്തുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാ ദൂരമില്ലല്ലോ. ബ്ലോക്കിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് എടുക്കാൻ പറ്റിയുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിലൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ.
അതുപോലെ ഓരോ ഐറ്റംസുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് അയച്ചു വിട്ട് ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന അതിൽ ഇതുപോലെ കളറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൽ ബ്ലാക്കും ഉണ്ടാവും, വൈറ്റും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ അതിലും എല്ലാത്തിലും മിക്സായിട്ട് പുള്ളിയായാലും ഓരോ കളറുകൾ പൂവന്മാരും ഉണ്ട്, പടകളും ഉണ്ട്. അത് മൊത്തത്തിൽ മിക്സായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അത് 100 രൂപയാണ് ഒരു മാസമായതിന് വരും കേട്ടോ. ഇതൊരു മാസമല്ല, അത് ഒന്നര മാസം കഴിഞ്ഞു 2.5 ആ ലെവലിലുള്ളതൊക്കെ ഉണ്ട് ഇതിൽ മിക്സായിട്ടാണ്. നേക്കഡ് അടിപൊളി കളറാണ്. അങ്ങനെ ഓരോ ഐറ്റംസിലാണ് ഉള്ളത്. ഒക്കെ അടയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. കളർ കണ്ട ഫാൻസി ആണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. അടയിരുത്തി വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇവരും കൊണ്ടുപോയി കഴിഞ്ഞാൽ അടയിരിക്കും. നല്ല അടിപൊളി കളറുകളാണ്. അതിലൊരു 1-2 പൂവന്മാരുണ്ട് തോന്നുന്നുണ്ട്, എത്ര കറക്റ്റ് അറിയില്ല. നല്ല അടിപൊളി കളറുണ്ട്. വൈറ്റിലൊരു ചാരൊക്കെ കൂടിയും കയറിയിട്ട് വരുന്നതാണ്ടില്ലേ, അത് ഒരു പൂവനാണ്. നല്ല അടിപൊളി കളറാണ്. അതൊക്കെ വലുതായി വളർന്നു കഴിഞ്ഞാൽ അടിപൊളി സെറ്റാവും. ഇങ്ങനെ തന്നെ മിക്സ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് വളർത്തിയാലും നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ കിട്ടും. നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നേക്കടാണെങ്കിലും അതും ഉണ്ടാവും, സാധാ ആണെങ്കിലും അതും ഉണ്ടാവും. എല്ലാം മിക്സ് ആയിട്ടാണ്. ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക. ഇതില്ലേ നമ്മളെ കയ്യിൽ ഇരുന്ന് തിന്നണമെങ്കിൽ അത്ര ഇണക്കണ്ടായിട്ടാണ്. ഇതിപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളായി പെട്ടാണ്. നമ്മളെ കയ്യിൽ ഭയങ്കര ഇണക്കത്തിൽ വളർത്തുന്നതാണ്. അവന് പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ അയച്ചിട്ട് ഇതേ സ്ഥലത്ത് നിന്ന് അതേമാതിരി നമുക്ക് ഫുഡ് കൊടുത്താണ്ട് എടുത്ത് കൊണ്ടുപോകാനും കഴിയും. മറ്റുള്ള അങ്ങനെ കഴിയില്ല, അത്ര ഇണക്കം കിട്ടില്ല. കാരണം പേടിയുണ്ടാവും. കൂട്ടൽ മാത്രം ഇട്ട് അങ്ങനെ വളർത്തുമ്പോൾ പുറത്തിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാൻ തന്നെ കിട്ടില്ല. അപ്പം നമ്മളെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. ഒക്കെ പുറത്ത് വിട്ടാലും നമ്മൾ വിളിച്ചാൽ അവിടെ വരും. അപ്പോൾ നമ്മൾ ഫുഡ് കാണിച്ചു കൊടുത്താൽ ചാടി കയ്യിലേക്ക് കയറും, അത്ര ഉഷാറാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം അടയിരിക്കുന്ന ടൈപ്പ് തന്നെ ഉണ്ടാവുക. ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. വെറുതെ ആരും ചോദിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ റേറ്റ് ഏകദേശം വരും. അതില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത്യാവശ്യമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇതില്ലേ നല്ല അടിപൊളി കളറുകളാണ്. ലൈനേജ് ആയാലും 7 കളറിൻ്റെ ഉണ്ടാവും.